ഏത് സാഹചര്യത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾക്കറിയാമല്ലോ. ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി, ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി, ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് അയ്യപ്പനെ വണങ്ങാനായില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പോലും പറഞ്ഞു മടങ്ങാവുന്ന ആ സ്റ്റാച്ചുറിലുള്ള ആളാണ് തന്ത്രി കണ്ഠരര് രാജീവർ. അങ്ങനെ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിന് കൃത്യമായ തെളിവുകൾ വേണം, അതിനുള്ള കാരണങ്ങൾ വേണം. SITയെ സംബന്ധിച്ച് അവർ കണ്ടെത്തിയ കാരണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മലയിലേക്ക് കൊണ്ടുവരുന്നതിനും അവിടെ ഒരു സ്പോൺസറായി അവതരിപ്പിക്കുന്നതിലും അയാളെ ഒരു പ്രതാപിയാക്കി മാറ്റുന്നതിലുമൊക്കെ തന്ത്രി കണ്ഠരര് രാജീവർക്കുള്ള പങ്കിനെക്കുറിച്ച് സംശയാതീതമായ തെളിവുകൾ ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഇവരുടെ ബംഗളൂരുവിലെ ബന്ധം, ഫോൺ വിളി രേഖകൾ തുടങ്ങിയ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അറസ്റ്റ് നടക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ സമ്മതിക്കുമോ? തന്ത്രി അറിയാതെ, തന്ത്രിയുടെ അനുമതിയില്ലാതെ, തന്ത്രിയുടെ പിന്തുണയില്ലാതെ, തന്ത്രി കളമൊരുക്കാതെ ഇത് നടക്കില്ലായിരുന്നു എന്ന് തെളിയുകയല്ലേ? ഗോപികൃഷ്ണൻ, മൂന്ന് കാര്യങ്ങൾ. ആദ്യം തന്നെ ഞാനൊരു അയ്യപ്പ ഭക്തനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നാളെ തന്ത്രിക്കെതിരെ കോടതി പരാമർശങ്ങൾ വന്നാലോ, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലോ, ബന്ധമോ സ്വന്തമോ കുടുംബമോ ഒന്നുമില്ല, അതിശക്തമായ രീതിയിൽ തന്ത്രിയെ അല്ല ആരെ വേണമെങ്കിലും എതിർത്ത് പറയും. കാരണം അടിസ്ഥാനപരമായി തന്ത്രിയല്ല അയ്യപ്പനാണ് നമുക്കെല്ലാം പ്രധാനം. രണ്ടാമത്തെ പോയിന്റ്. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ച് കണ്ഠരര് രാജീവരുടെ പുറത്ത് ആരോപിക്കുന്നത് എന്താണ് നമുക്കൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഒന്നിൽ പോലും ഇതുവരെ തന്ത്രിക്കെതിരെ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. 2, SIT പുതിയ കാര്യം കണ്ടെത്തിയാണെന്ന് ഇരിക്കട്ടെ, എന്താണ് തന്ത്രിക്ക് മേലുള്ള ആരോപണം? പോറ്റിയെ ശക്തനാക്കി എന്നുള്ളത് ഒരു കുറ്റകരമായ, അങ്ങനെ ഒരു സാധനം ചെയ്തോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അങ്ങനെ ഒരു സാധനം ചെയ്തെങ്കിലും എന്ത് വകുപ്പിലാണ്? ഇനിയും എല്ലാവരും അറിയേണ്ട അടിസ്ഥാന കാര്യം, എല്ലാ അമ്പലത്തിലും 2 കൈകളുണ്ട് എന്ന് കരുതിയാൽ മതി. ഒരു കൈ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, ഒരു കൈ ആചാരപരമാണ്. അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളുടെ പരമാധികാരി ദേവസ്വം ബോർഡും ആചാരപരമായ കാര്യങ്ങളുടെ പരമാധികാരി തന്ത്രിയുമാണ്. ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരും ആറ്റുകാലും ചക്കുളത്തുകാവും എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിലുണ്ടായ വീഴ്ചയ്ക്ക് ആചാരപരമായ കാര്യങ്ങളിലുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് കുറ്റക്കാരനാകുക? യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി ബാക്കി ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കരുതിയാൽ നമുക്ക് വരെ കുറ്റം പറയാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ തന്ത്രി എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ലഭ്യമായ വിവരം വെച്ച് അഴിമതി നിരോധന നിയമം തന്ത്രിക്ക് മേൽ ഇൻവോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് തന്ത്രി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ശമ്പളക്കാരനാണെന്നും ദേവസ്വം ബോർഡിന്റെ ശമ്പളക്കാരനാണെന്നുമുള്ള ഇംപ്ലിക്കേഷൻ വെച്ച് അഴിമതി നിരോധന നിയമമാണെന്ന് പറയപ്പെടുന്നു. അറിയില്ല, നിങ്ങൾ മാധ്യമങ്ങളടക്കം അങ്ങനെ വാർത്ത കൊടുക്കുന്നത്. തന്ത്രി എന്ത് ചെയ്തു എന്നാ? തന്ത്രിയിൽ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ? തന്ത്രി ഏതെങ്കിലും രീതിയിൽ ഇത് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? പോറ്റിയെ 2007 ജലഹള്ളി എന്ന് കണ്ഠരര് രാജീവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരു കുറ്റമാണോ? അപ്പൊ യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാൻ താൻ അനുവാദം നൽകിയിട്ടില്ല എന്നായിരുന്നല്ലോ തന്ത്രി പറഞ്ഞത്. അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണല്ലോ തെളിഞ്ഞിരിക്കുന്നത്. സ്വർണ്ണപ്പാളി തന്ത്രി കൊണ്ടുപോയാലും ഇല്ലെങ്കിലും എന്താ വ്യത്യാസം? യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ. തന്ത്രി സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് അല്ലെങ്കിൽ അനുമതി കൊടുത്തതാണോ പ്രശ്നം? അതിനുശേഷം ജൂലൈ 19, 20 എടുത്ത് ഓഗസ്റ്റ് 29 വരെ അത് ചെന്നൈയിൽ എത്തിക്കാതെ അതിനിടയ്ക്ക് മാനിപ്പുലേഷൻ നടത്തിയ ഉണ്ണികൃഷ്ണോ മറ്റുമല്ലേ പ്രശ്നം? അല്ല രാഹുൽ, ഒരു കാര്യം കൊടുക്കുന്നത്. അല്ല രാഹുൽ, ഒരു കാര്യം കൂടി. അതായത് ഇത് സ്വർണം പൊതിഞ്ഞതാണെന്നും ചെമ്പ് തെളിയില്ലെന്നും സ്വർണം പൂശേണ്ട കാര്യമില്ലെന്നും ശബരിമലയിലെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുന്ന, അവിടുത്തെ സർവാധികാരി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരാൾക്ക് ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നറിയാമല്ലോ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ല ഒറ്റ കാര്യം ഞാനൊന്ന് മുഴിപ്പിച്ചോട്ടെ, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെച്ച് വൈകിപ്പിച്ച കാര്യമാണ് താങ്കൾ പറയുന്നത്. ശരി, അതൊരു കൂട്ടുകച്ചവടമാണെന്ന് എന്ന് സംശയിച്ചാലോ? ശരി, 2 കാര്യങ്ങൾ. ഒന്ന്, തന്ത്രി പരമാധികാരി തന്നെയാണ്, ആണെന്ന് പറയല്ല. തന്ത്രിയാണ് പരമാധികാരി. എന്തിന്റെ? ആചാരപരമായ, അനുഷ്ഠാനപരമായ, വിശ്വാസപരമായ, യുവതി പ്രവേശനമൊക്കെ ഉള്ള കാര്യങ്ങളുടെ പരമാധികാരി. ഞാൻ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ പറയാം. ശബരിമലയിൽ ഏത് പൂജ വേണം അല്ലെങ്കിൽ ഇന്ന പൂജ വേണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാം. പക്ഷേ ആ പൂജയ്ക്കുള്ള പൂ എവിടെ നിന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതായത് ഇപ്പം പടി പൂജയ്ക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂക്കൾ വേണം എന്ന് തന്ത്രിക്ക് പറയാം. പക്ഷേ ആ പൂക്കൾ മേടിക്കുന്നതും അതിന്റെ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണ്. ഉദാഹരണം, നാളെ അങ്ങനെ ഒരു പൂ മേടിച്ചതിന് ഏതെങ്കിലും രീതിയിൽ അഴിമതി ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ പൂ മേടിക്കാൻ പറഞ്ഞ തന്ത്രിയാണോ അറസ്റ്റ് ചെയ്യുക? യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവും ആചാരപരവും കൃത്യമായി ഡിസ്റ്റിങ്ഷൻ ഉള്ള കാര്യമാണ്. രാഹുൽ, ഞാനൊന്ന് ചോദിച്ചോട്ടെ രാഹുൽ. അതായത് താങ്കൾ പറഞ്ഞത് ശരി, അതിനകത്തൊരു യുക്തിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്ന് സംശയിച്ചാലോ? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആളാക്കുന്നു,
അയാൾ അവിടുത്തെ ഒരു പ്രമുഖനാക്കി തന്ത്രി വളർത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പ് നടത്തുന്നു. അതിന്റെ പങ്കുകാരനായി തന്ത്രി മാറി എന്നാണ് SIT കണ്ടെത്തിയിട്ടുള്ളതെങ്കിലോ അതിന്റെ ഭാഗമായി ഈ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാനുള്ള അനുജ്ഞ നൽകുന്നു, അത് പുറത്തു കൊണ്ടുപോകുന്നു, അതിന്റെ പിന്നിലെ കച്ചവടം നടക്കുന്നു. സ്വർണം എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അത് രാജ്യാന്തര ഈ പുരാവസ്തു തട്ടിപ്പ് സംഘത്തിനൊപ്പം പണം പിന്നെ വലിയ കോടികൾക്ക് അത് വിറ്റു എന്നുള്ള സംശയം നിൽക്കുമ്പോൾ അതിന്റെ പങ്കുകാരനായി തന്ത്രി മാറിയിട്ടുണ്ട് എന്ന് സംശയിച്ചുകൂടെ? വളരെ നല്ല ചോദ്യമാണ്. അതിന്റെ ഇനി ഒരു സംശയവും വേണ്ട. നാളെ തന്ത്രിക്കെതിരെ കോടതി പരാമർശമോ ഫൈൻഡിങ്ങോ വന്നാൽ ബന്ധുവാണെന്നോ ശത്രുവാണോ നോക്കില്ല, അതിശക്തമായ എതിര് പറയും. ഒരുപക്ഷെ ഗോപീകൃഷ്ണൻ ഓർമ്മ കാണും, ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ തന്നെ ഞാനും കണ്ഠരര് രാജീവരും പരസ്യമായി വിയോജിച്ചിട്ടുള്ളതാണ്. എന്റെ ചില സമീപനങ്ങളെ അദ്ദേഹത്തോട് യോജിച്ചില്ല, അദ്ദേഹത്തിന്റെ ഒരു പാസിഫിസ്റ്റ് സമീപത്തെ എതിർത്താണ് ഞങ്ങൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ തന്നെ പോരടിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടരുതെന്ന് പറയാൻ കാരണം ഇതുവരെ തന്ത്രിയെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ? ഉദാഹരണം, ഗോപീകൃഷ്ണൻ വളരെ സീനിയർ ആയ ഒരു മാധ്യമപ്രവർത്തനല്ലേ. നാളെ താങ്കളോട് സാധാരണക്കാരൻ ചോദിക്കുകയാണ്, ശ്രീ ഗോപി എന്ത് വകുപ്പിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അങ്ങ് എന്ത് പറയും? എന്ത് വകുപ്പാണ് ഇൻവോക്ക് അല്ല, ഒരൊറ്റ മിനിറ്റ്. അത് താങ്കൾ ചോദിച്ചതിന് ഞാൻ അംഗീകരിക്കുന്നു. ഇനി അത് സത്യത്തിൽ അതിന് മറുപടി പറയേണ്ട ആൾ ഞാനല്ല, എന്നോടല്ല ചോദ്യങ്ങൾ വരാനും പോകുന്നത്. കാരണം കോടതിയിൽ വരാൻ പോകുന്ന കേസാണ്. SITക്ക് കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകും, അവർക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘം, തന്ത്രിയെ പോലെ ഒരാൾ, താങ്കൾക്കറിയാമല്ലോ അതൊരു ഒരു വികാരമുണർത്തുന്ന പ്രശ്നം കൂടിയാണ്. അതൊരു വലിയ വൈകാരിക പ്രശ്നമായി കേരളത്തിൽ മാറാൻ പോകുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവവും വളരെ സൂക്ഷിച്ചും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ അറസ്റ്റ് നടക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യം പറയട്ടെ. ഞാൻ പ്രമുഖമായ ഹൈന്ദവ സംഘടനകളോട് കഴിഞ്ഞ 1-2 മണിക്കൂറിൽ സംസാരിച്ചു. തന്ത്രിമാരുടെ, ബ്രാഹ്മണരുടെ, യോഗക്ഷേമ സഭയുടെ അടക്കമുള്ള ആൾക്കാരോട്. എല്ലാവരും ഇതിൽ എന്ത് നിലപാടെടുക്കണമെന്ന് അങ്കലാപ്പിലാണ്. പക്ഷേ ഞങ്ങൾ എല്ലാം എടുത്തിരിക്കുന്ന പൊതു സമീപനം ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ബെഞ്ചിൽ എല്ലാവർക്കും വിശ്വാസമാണ്. കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. അവരുടെ ഭാഗത്തുനിന്ന് തന്ത്രിക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവ് പരാമർശം വരികയാണെങ്കിൽ പിന്നീട് തന്ത്രി ആരും ന്യായീകരിക്കാനും മറ്റും വരില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം വിശ്വാസമുണ്ട്. കണ്ഠരര് രാജീവൻ ഇതേവരെ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിച്ചിട്ടില്ല. അതായത് എൻ്റെ അമ്മാവനായ കണ്ഠരര് മോഹനർക്ക് തെറ്റായിട്ടാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ആരോപിതനായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടായി. അവസാനം ഹൈക്കോടതി കണ്ഠരര് മോഹനരെ കുടുക്കിയതാണെന്നും പറഞ്ഞു. അതാണ് മറ്റൊരു വശം. പക്ഷേ എന്നിരുന്നാൽ പോലും അപ്പോൾ പോലും യാതൊരു വിവാദവും ഉണ്ടാക്കാതെ ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിയാണ് കണ്ഠരര് രാജീവൻ. അപ്പൊ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കുടുക്കി ബാക്കി ആരെങ്കിലും രക്ഷിക്കാനാണോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.